അതുപോലെ ജോർജ് ജെ മാത്യുവിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ജോർജ് ജെ മാത്യു കുതിര അടയാളത്തിൽ മത്സരിച്ചപ്പോൾ വേറൊരു ജോർജ് മാത്യു ഒട്ടകം അടയാളത്തിൽ അദ്ദേഹത്തോടൊപ്പം മത്സരിച്ചു. ഒട്ടകത്തെയും കുതിരയും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാതെ ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് വയസ്സായ അപ്പാപ്പന്മാരും അമ്മാമ്മമാരും ഒക്കെ ഈ ഒട്ടകത്തിന് കുത്തുകയും പുറത്തിറങ്ങി വന്നിട്ട് ഇതെന്നാ കുതിരയ്ക്ക് എന്നതാടി ഒരു കൂന് എന്ന് അത്ഭുതപ്പെടുകയും ചെയ്തു എന്ന് കേട്ടിട്ടുണ്ട്. അവിടെയും ഇതുപോലുള്ള അട്ടിമറി തന്നെ സംഭവിച്ചു. ഈ ഒട്ടക അടയാളത്തിൽ മത്സരിച്ച വിദ്വാൻ 12,000 വോട്ടുകൾ പിടിക്കുകയും ജോർജ് ജെ മാത്യു അഥവാ പൊട്ടംകുളം അപ്പച്ചൻ ഏതാണ്ട് 2000-ൽ താഴെ വോട്ടുകൾക്ക് തോൽക്കുകയും ചെയ്തു. അപ്പോൾ ഇതാണ് ഒരു പേരുകൊണ്ടുള്ള ഗുണം അല്ലെങ്കിൽ പേരുകൊണ്ടുള്ള ദോഷം. നമ്മുടെ അഡ്വക്കേറ്റ് PC തോമസ് മൂവാറ്റുപുഴ മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ വേറെ 2 അഡ്വക്കേറ്റ് PC തോമസുമാർ മത്സരിച്ചു. സാക്ഷാൽ PC തോമസിൻ്റെ ചിഹ്നം ടെലിവിഷനായിരുന്നു. ഈ അപരന്മാരിൽ ഒരാളുടെ ചിഹ്നം ബംഗ്ലാവും മറ്റേയാളുടേത് ഹാർമോണിയവുമായിരുന്നു. ഒന്ന് ആലോചിക്കുക, ഒരു ഹാർമോണിയവും ടെലിവിഷൻ സെറ്റും തമ്മിൽ ഈ ബാലറ്റ് യന്ത്രത്തിൽ തിരിച്ചറിയുക എത്ര ദുഷ്കരമായിരിക്കും. ഒരേ പേര്, ഒരേ തൊഴിൽ ചെയ്യുന്ന സ്ഥാനാർത്ഥികൾ.